ചെയ്തിട്ട് ഫ്ലോ വേരിയബിൾ ആകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ നോക്കിയതല്ല. സോ ഈ എല്ലാത്തിനും നമ്മൾ എന്ത് പഠിച്ചു? ഫ്ലോ പാരാമീറ്റേഴ്സ് വേരി ചെയ്യുന്നത്, വേരിയബിൾ ഇക്വേഷൻസ്, അതിനൊരു റിസൾട്ടന്റ് ആയിട്ടുള്ള ഗവേണിംഗ് ഇക്വേഷൻസ്, ഫ്ലോ പാറ്റേൺസ്, മാറുന്ന ഡയഗ്രാം, ഇതൊക്കെ നോക്കി നമ്മൾ അല്ലേ. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ കംപ്രസിബിൾ ഫ്ലോന്റെ മാത്തമെറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മളെല്ലാം നോക്കിയത് അല്ലെ. ഇനി ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ വരുമ്പോൾ ഇതിന്റെ ഫ്ലോ എങ്ങനെ അനലൈസ് ചെയ്യും, അതായത് ഫ്ലോ പാറ്റേൺ മാറുന്നുണ്ട്. ചില സ്ഥലത്ത് ലാമിനാർ സ്ട്രക്ചറിലേക്ക് പോകുന്നു, ചില സ്ഥലത്ത് സബ്സോണിക്, സൂപ്പർസോണിക്, ടർബുലന്റ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ കംപ്രസിബിൾ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ തന്നെ അനലൈസ് ചെയ്യുന്നതാണ്. ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിലേക്ക് പോകുമ്പോൾ ഈ ഫ്ലൂയിഡ് ഫ്ലോയിലുള്ള അനാലിസിസ്, ഈ ഫ്ലൂയിഡ് ഫ്ലോന്റെ പാറ്റേൺ എങ്ങനെ വേരിയബിൾ ആകുന്നു, അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു, ഇതൊക്കെ പ്രാക്ടിക്കൽ അപ്രോച്ചിൽ എന്ത് നടക്കുന്നു നമുക്ക് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. ഡയറക്ട്ലി ഒബ്സർവ് ചെയ്ത ഈ ഒരു സിസ്റ്റംസ് ഒന്നും നമുക്ക് കിട്ടില്ല. അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം, അതിൻ്റെതായ സിസ്റ്റം വേണം അല്ലെ. സോ ആ ഒരു ഡിസ്കഷനാണ് ഇനി നമ്മൾ 6th മൊഡ്യൂളിൽ നോക്കുന്നത്. അത്യാവശ്യം പക്ക തിയറി ആയിട്ട് ടോപ്പിക്സ് ആണ്. പ്രോബ്ലമാറ്റിക് ടോപ്പിക്സ് ഒക്കെ ഓൾമോസ്റ്റ് ഈ 5th മൊഡ്യൂൾ വരെയുള്ളത് ഫിനിഷ്ഡ് ആയി. ഇനിയുള്ള 6th മൊഡ്യൂൾ ഓൾമോസ്റ്റ് തിയറിയാണ്. റൈറ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് നോക്കുകയാണ്. ഇനീഷ്യലി ഇപ്പോൾ ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സ് നോക്കാനുണ്ട്. ഫ്ലോ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫ്ലോ പാറ്റേൺ അത് ഡിഫറെന്റ് മെത്തേഡ്സ് വെച്ചിട്ടായിരിക്കും. ഒരു ഫ്ലോന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഫ്ലോ പാറ്റേൺ എന്താണ്, ഇതൊക്കെ നോക്കുന്നത്. ചിലപ്പോൾ അതിന്റെ ഫ്ലോ കോംപ്രസിബിൾ ഫ്ലോ ഫീൽഡിന്റെ ഒരു ഗ്രാഫ് പ്രൊജക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് പ്രൊജക്ട് ചെയ്തിട്ടായിരിക്കാം. അതിനുള്ള എക്യുപ്മെന്റ്സ്, അതിനുള്ള മെത്തേഡ്സ്, അതൊക്കെയാണ് ഇനീഷ്യൽ ടോപ്പിക് പറയുന്നത്. ദെൻ അതിൻ്റെ അകത്ത് നടക്കുന്ന കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ നമ്മൾ വേരിയബിൾ പാരാമീറ്റേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. ഫ്ലൂയിഡ് ഫ്ലോന്റെ വേരിയബിൾ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യുന്നത്, പ്രോപ്പർട്ടി പാരാമീറ്റേഴ്സ് നോക്കുന്നുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, വെലോസിറ്റി, മാക് നമ്പർ, ഇതൊക്കെ നോക്കുന്നു. ഇതൊക്കെ ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വാല്യൂ, മെഷർമെന്റ്, ഓക്കെ, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ, മെഷർമെന്റ് ഓഫ് പ്രഷർ, മെഷർമെന്റ് ഓഫ് വെലോസിറ്റി, മാക് നമ്പർ, ഇതൊക്കെ മെഷർ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്സ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെയാണ് ഇനി നോക്കുന്നത് 6th മൊഡ്യൂളിൽ വരുന്നത്. ക്ലിയർ? ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫ്ലോ വിഷ്വലൈസേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി സം ടോപ്പിക്സ് ഈസിയാണ്, പക്ഷെ ഇച്ചിരി ഒരു അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് അത്. കാരണം കാര്യമായ ഒരു കണ്ടന്റ് ഒന്നുമില്ല. ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ എല്ലാത്തിന്റെ ഒരു ബേസിക് ഐഡിയ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എല്ലാത്തിന്റെ ഒരു എന്താണ്, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അതിന്റെ ടെക്നിക്ക്, അത് മാത്രമേ നിങ്ങൾക്ക് അത് ആ ഒരു ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളൂ. ഓക്കെ, ടൈം ടേബിളിൽ നോക്കിയില്ല, എപ്പോഴാ CFF വരണേ? നെക്സ്റ്റ് വീക്ക് അല്ലേ? നെക്സ്റ്റ് വീക്കാണ്, നാളെ തുടങ്ങിയല്ലേ. നെക്സ്റ്റ് വീക്ക് തന്നെ, തിങ്കളാഴ്ച ചൊവ്വാഴ്ച തീർന്നില്ലേ? സ്ക്രീൻ വിസിബിൾ ആണോ? സാർ. ഓക്കെ, ഇനീഷ്യലി നമ്മൾ നോക്കുന്നത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലോ വിഷ്വലൈസേഷൻ ഉള്ളതാണ്. ഓക്കെ, സോ ഫ്ലോ വിഷ്വലൈസേഷൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഫ്ലോ പാസേജ് നടക്കുന്നുണ്ട്. ഫ്ലോ പാസേജ് നടക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോ പാറ്റേൺസ് വരാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. ഫ്ലൂയിഡ് ഫ്ലോന്റെ കോൺഫിഗറേഷൻ മാറി, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഷോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെയൊക്കെ പ്രഷർ വേരിയേഷന്റെ ഗ്രാഫ്, അല്ലെങ്കിൽ ഷോക്ക് ഒക്കെ ചെയ്യുന്ന ഒരു നോസിന്റെ സംഭവിക്കുന്ന ഗ്രാഫൊക്കെ നമ്മൾ നോക്കിയിട്ട് അതൊക്കെ ഡയറക്ട്ലി ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു ഫ്ലോ പാസേജിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഫ്ലോ എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നു, റൈറ്റ്? ഫ്ലോ പാസേജ് ഇൻ ബിറ്റ്വീൻ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ ഫ്ലോ എങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും. ഈ ടൈപ്പിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷൻസിൽ ആ ഒരു ഫ്ലോന്റെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ആ ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ ഫ്ലോ കോൺഫിഗറേഷൻ എങ്ങനെ
വേരിയബിൾ ആവുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്, ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റ്സ് ആണ്, ആ ടെക്നിക്സിലാണ് എന്ത് വരുന്നത്, ഫ്ലോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സ്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇതിന് ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്, അതിന് ഡിഫറെന്റ് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ചില സ്ഥലത്ത് മാക്സിമം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ഫ്ലോ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സർട്ടൻ ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ എന്ത് നോക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, പക്ഷെ അതിന്റെ കൂടുതൽ അത് റിലേറ്റഡ് ആയിട്ട് സർട്ടൻ പാരാമീറ്റേഴ്സ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഫ്ലോ വിഷ്വലൈസേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫ്ലോന്റെ പാറ്റേൺ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മാറി, ചില കേസിൽ സ്റ്റഡി ലാമിനാർ ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ ആകുമ്പോൾ എന്താ അതിന്റെ ഒരു ലാമിനാർ പാറ്റേൺ ഉണ്ടാവും. ടർബുലന്റ് ഫ്ലോ ആകുമ്പോൾ ഒരു സിഗ്സാഗ് മോഷന്റെ വേരിയേഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻസ് ആർ ടർബുലന്റ് ടു ലാമിനാർ ടു ടർബുലന്റ് ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഒരു ഷോക്ക് ഒക്കെ ചെയ്യുന്നത്, ഷോക്കിന്റെ ബിഫോർ ആഫ്റ്റർ ഫ്ലോ ഡേവിയേഷൻസ്, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് എന്ത് ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഒരു കംപ്രസിബിൾ ഫ്ലോയില് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഫ്ലോ വിഷ്വലൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, റൈറ്റ്. സോ അതിനകത്ത് വരുന്ന കുറെ ടൈപ്പ് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓൺ ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ദെൻ ചില കേസിൽ ഡെൻസിറ്റി വേരിയേഷൻസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സപ്പോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കംപ്രസിബിൾ ഫ്ലോ ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സർട്ടൻ പാർട്ടിക്കിൾസിനെ, സ്മോൾ പാർട്ടിക്കിൾസിനെ ഇൻജെക്ട് ചെയ്യും, റൈറ്റ്, ആ ഒരു കംപ്രസിബിൾ ഫ്ലോ ഫീൽഡിലേക്ക്. അതിലേക്ക് എന്ത് വരും, ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ കുറെ പാർട്ടിക്കിൾസ് ഒക്കെ വരും. നോർമൽ കംപ്രസിബിൾ ഫ്ലൂയിലൂടെ പാസ് ചെയ്യുന്നതും ഈ പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെൻസിറ്റി വേരിയേഷൻ വരും. ഓക്കെ, ഈ ഡെൻസിറ്റി വേരിയേഷൻ കൊണ്ട് ആ ഫ്ലൂയിഡ് ഫ്ലോന്റെ മീഡിയത്തിൽ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ബേസിക് ആയിട്ട് നിറയെ ഒപ്റ്റിക്സ് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ഡെൻസിറ്റി ഒക്കെ വരും, സർട്ടൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഇൻജെക്ട് ചെയ്യുമ്പോൾ ആ ടോട്ടൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിന്റെ ഡെൻസിറ്റി വേരിയബിൾ ആവും. ആ ഡെൻസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ സിസ്റ്റത്തിന്റെ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയബിൾ ആവും. ഒരു റേ ഓഫ് ഒപ്റ്റിക്സ്, ഒരു ലൈറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് അവൈലബിൾ ആവും. ഫർദർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആവും. സോ ഒരു നോർമൽ മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നതും ഇത് ഇൻജെക്ട് ചെയ്തതിനു ശേഷമുള്ള പാസ് ചെയ്യുന്നതും അതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സർട്ടൻ റിലേഷൻഷിപ്പ് ഓൾറെഡി എക്സിസ്റ്റബിൾ ആണ്. ഓക്കെ, ഇതായിട്ട് ഇങ്ങനെയുള്ള കമ്പാരിസൺസ് വെച്ചിട്ട് ഫർദർ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്. ഇത്തരം പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലോ പാറ്റേൺ, ഫ്ലോ വിഷ്വലൈസേഷൻ, അതിന്റെ പാറ്റേൺ മാറുന്നതും ഒക്കെ അനലൈസ് ചെയ്തെടുക്കുന്നതാണ് എന്ത് ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഡിഫറെന്റ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ലൈക്ക് ഷാഡോഗ്രാഫ്, ക്ലിയർ ആൻഡ് അപ്പാരറ്റസ്, ഇന്റർഫെറോമീറ്റർ. ഇതൊക്കെ ഒപ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ മെത്തേഡ്സ്, ഒപ്റ്റിക്കൽ പ്രിൻസിപ്പൽ ഐഡിയ വെച്ചിട്ട് റേ ഓഫ് ഒപ്റ്റിക്സ് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിട്ട് ഇതിന്റെ ഡെൻസിറ്റി വേരിയേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് എടുക്കുന്നതിനുള്ള ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത് ഷാഡോഗ്രാഫ്, ക്ലിയർ ആൻഡ് അപ്പാരറ്റസ്, ഇന്റർഫെറോമീറ്റർ. ഇതൊക്കെയാണ് ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സിലബസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഷാഡോഗ്രാഫ്, then clear and apparatus, then interferometer. Okay, നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞതാണ് ഈ ഒപ്റ്റിക്കൽ മെത്തേഡ്സ്. പക്ഷെ ചില കേസിൽ ഡിഫറെന്റ് പ്രോബ്സ്, ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഈ ഫ്ലോ ഫീൽഡിന്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്ന ടെക്നിക്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മെത്തേഡ്സ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആയിട്ട് പറയുന്നത് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ,
ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത്തരം ഈ പ്രോബ്സ് പോലത്തെ മെത്തേഡിൽ ഇൻസ്ട്രുമെന്റ്സ് ഈ ഫ്ലോ ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു മെത്തേഡ് വിഷ്വലൈസേഷൻ അല്ലെ അതിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺഫിഗറേഷൻ അനലൈസ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് അറിയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു പ്രോബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് ഫ്ലൂയിഡ് ഫ്ലോന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോനെ ഇത് എഫക്ട് ചെയ്യും, റൈറ്റ്? മറിച്ച് ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്, ഒരു റേ ഓഫ് ഒപ്റ്റിക്സ്, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോനെ ഇത് എഫക്ട് ചെയ്തേ ഇല്ല. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന നോർമൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പാറ്റേൺ ഒരിക്കലും ഇത് എഫക്ട് ചെയ്യില്ല. മറിച്ച് ഒരു പ്രോബ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സർട്ടൻ സെക്ഷൻസിൽ ഇതിന്റെ ഒരു എഫക്ട് വരും. ആ ഒരു മെത്തേഡ്, ആ ഒരു അഡ്വാൻറ്റേജ് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആവുന്നത്. ഓക്കെ, ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. എനിക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്, നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ എക്സ്പ്ലനേഷൻ മുതൽ, അതായത് ഷാഡോഗ്രാഫിന്റെ വർക്കിംഗ്, ക്ലിയർ ആൻഡ് പാറ്റേൺസിന്റെ വർക്കിംഗ്, ഇന്റർഫെറോമീറ്ററിന്റെ പാറ്റേൺ, അവിടെ നിന്ന് പോലെയൊക്കെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് വരാറുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആയിട്ട് എടുത്താണ്. കാര്യം ഇതെന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലാസിഫൈഡ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ആ ഒരു പാസേജ് ആയിട്ട് എടുത്തത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഫ്ലോ വിഷ്വലൈസേഷൻ, അത് ഞാൻ സർട്ടൻ ഒരു മെത്തേഡ്സിന് അത് പാർട്ടിക്കിൾസ് ഇൻജെക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു, റൈറ്റ്? ഈ പാർട്ടിക്കിൾ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൻ വെരി സ്മോൾ പാർട്ടിക്കിൾസ് ഉള്ള സർട്ടൻ സ്മോക്സിനെയാണ് ഈ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, സർട്ടൻ ഒരു ചെറിയ പാർട്ടിക്കിൾ, വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൺസിസ്റ്റ് ചെയ്യുന്ന സ്മോക്കിനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിലേക്ക് പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ, ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിനൊന്നും ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമില്ല, നമ്മുടെ മെത്തേഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഒരു സ്മോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു സ്മോക്ക് ജനറേഷൻ ടെക്നിക്സ് ആണ്. അത് വെച്ചിട്ട് നോൺ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ഡെപ്പോസിറ്റ് ആവാത്ത കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോനെ എഫക്ട് ചെയ്യാത്ത തരത്തിലുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ഫ്രീ ഫ്രം ഡെപ്പോസിറ്റ്സ് ആയിട്ടുള്ള സ്മോക്സ് ജനറേറ്റ് ചെയ്ത് ആ സ്മോക്ക് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ വിട്ട് അതിനകത്ത് ഡെൻസിറ്റി വേരിയേഷൻ എടുത്ത് ലൈറ്റ് റേ പാസ് ചെയ്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വേരിയേഷൻ നോക്കി അതിലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജനറൽ പാറ്റേൺ ആണ്. ഈ ഒപ്റ്റിക്കൽ മെത്തേഡ്സിന് പുറമെ നോക്കുന്ന ഈ സ്മോക്കിന്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. സ്മോക്കിന്റെ മെത്തേഡിന് പുറമെ നോക്കുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്. ഒന്ന് ലിക്വിഡ് ഫിലിംസ് മെത്തേഡ് ഉണ്ട്, ദെൻ സ്ട്രീമേഴ്സ് പറഞ്ഞിട്ടൊരു മെത്തേഡ്. ഓക്കെ, ഒരു ലിക്വിഡ് ഫിലിം മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രീമേഴ്സ് പറഞ്ഞിട്ടൊരു മെത്തേഡ്. ഒരു ലിക്വിഡ് ഫിലിം മെത്തേഡിന് ഉദ്ദേശിക്കുന്നത് ഒരു വോളറ്റൈൽ ഫ്ലൂയിഡ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഈ ഫ്ലൂയിഡ് ഫ്ലോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, റേറ്റ് ഓഫ് ഇവാപറേഷൻ ഓഫ് എനി വോളറ്റൈൽ ലിക്വിഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് into the flow which depends on the flow velocity and its turbulence level. അതായത് നമ്മളൊരു ഫ്ലോ ഫീൽഡിലേക്ക് ഒരു വോളറ്റൈൽ ലിക്വിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു വോളറ്റൈൽ ലിക്വിഡ് എവിടെ, ഒരു സർഫസ്, നമ്മൾ പറഞ്ഞ സപ്പോസ് ഒരു സർഫസിലൂടെ ഒരു ഫ്ലോ പാസ് ചെയ്യുന്നു, അപ്പൊ അതിനുള്ളിലേക്ക് എന്ത് കൊടുക്കുന്നു, ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, അതായത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ നോക്കിയിട്ട്, സപ്പോസ് ടർബുലന്റ് റീജിയനിലേക്കൊക്കെയാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്, എന്താ ഇതിന്റെ ഇവാപറേഷൻ റേറ്റ് വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വോളറ്റൈൽ ലിക്വിഡിന്റെ ഇവാപറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇവാപറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. സോ ഈ ഇവാപറേഷൻ റേറ്റ് വെച്ചിട്ട് നമുക്ക് സർട്ടൈൻ റീജിയനിൽ ഇവാപറേഷൻ റേറ്റ് കുറവായിരിക്കും. ഇനീഷ്യൽ ലാമിനാർ റീജിയൻ ആണെങ്കിൽ ഇനി അവിടെ എന്തായിരിക്കും, ഇവാപറേഷൻ റേറ്റ് കുറവായിരിക്കും. അല്ലെങ്കിൽ വെലോസിറ്റി കുറവുള്ള ഒരു സബ്സോണിക് റീജിയനിലാണെങ്കിൽ ഇവാപറേഷൻ റേറ്റ് കുറവായിരിക്കും. ഒരു സൂപ്പർസോണിക് റീജിയനിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും, അവിടെ ഇവാപറേഷൻ റേറ്റ് കൂടാൻ തുടങ്ങി, റൈറ്റ്? സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേറ്റ് ഓഫ് ഇവാപറേഷൻ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി പറഞ്ഞ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ അല്ലെങ്കിൽ സ്മോക്കിന്റെ ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡാണ്. ഓക്കെ, ഇതിന്റെ കോൺഫിഗറേഷൻ, ഫ്ലോ കോൺഫിഗറേഷൻ ഒക്കെ അനലൈസ് ചെയ്യാൻ ഒരു ഡയറക്റ്റ് ഒരു ഫ്ലോ പാസേജ്, ഒരു കോൺസെൻട്രേറ്റഡ് ഡക്ട് എടുത്തിട്ട് അതിലൊരു ഫ്ലോ പാസേജ് നടക്കുമ്പോൾ അതിനകത്തൊരു ഫ്ലോ കോൺഫിഗറേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി സ്മോക്കിന്റെ ഒരു മെത്തേഡ് പറഞ്ഞു. ആ സ്മോക്കിന്റെ ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡാണ് ഇത് ലിക്വിഡ് ഫിലിംസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിലേക്ക് നമ്മൾ ഒരു ഇവാപറേറ്റീവ് ആയിട്ട് ഒരു വോളറ്റൈൽ ആയിട്ട് ഫ്ലൂയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഇൻ ബിറ്റ്വീൻ ഇൻസൈഡ് ദ ഫ്ലൂയിഡ് ഫ്ലോയിൽ
ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, കംപ്രസിബിൾ ഫ്ലോ ഫീൽഡിന്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് എന്തായിരിക്കും ഇതിന്റെ ഇവാപറേഷൻ റേറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ബേസ്ഡ് ഓൺ ദീസ് ഇവാപറേഷൻ റേറ്റ് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഏതൊക്കെ പൊസിഷനിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏതൊക്കെ ലെങ്ത്തിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസിലാണ് നമുക്ക് ഇവ ഒരു ലോ ഫ്ലോ വെലോസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷനിലാണ് ഒരു ഹൈ ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി, അല്ലെങ്കിൽ ഒരു ലാമിനാർ സെക്ഷൻ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടർബുലന്റ് സെക്ഷൻ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ ഇതിന്റെ ഇവാപറേഷൻ റേറ്റും ഫർദർ അത് ബേസ് ചെയ്തിട്ട് ബാക്കി ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫ്ലോന്റെ ടോട്ടൽ ഫ്ലോ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ആ ഫ്ലോ പാറ്റേൺ അനലൈസ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇതാണ് എന്ത് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ലിക്വിഡ് ഫിലിംസ് മെത്തേഡ്. Then third one is smoke, liquid film. Then third one ആയിട്ട് വരുന്നതാണ് the streamers method എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ ആണ് സ്ട്രീമേഴ്സ് മെത്തേഡ്. ഓക്കെ, അതായത് നമ്മൾ ഏറ്റവും സോളിഡ്, നമുക്കൊരു സോളിഡ് ബൗണ്ടറി എടുത്തു, അതിൻ്റെ ഉള്ളിലൂടെയാണല്ലോ ഒരു പാസേജ് എടുത്തു, ഒരു പാസേജിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ എന്ത് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റൈറ്റ്, ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പാസ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് ഈ സ്ട്രീമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വെരി തിൻ വയർ അല്ലെങ്കിൽ ഒരു ത്രെഡ്, സിൽക്കിന്റെ ഒരു കോട്ടന്റെ ഒക്കെ ഒരു തിൻ ഒരു വയർ അല്ലെങ്കിൽ ത്രെഡ് അറ്റാച്ച് ചെയ്യും ഈ സർഫസുമായിട്ട്. ഓക്കെ, ഈ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഫർദർ ആ ബൗണ്ടറി നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ നടത്തുന്ന ബൗണ്ടറി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഈ സ്ട്രീമറിന്റെ പൊസിഷനിങ് ഉണ്ടാവും. ഓക്കെ, ഒരു ലാമിനാർ റീജിയണിലെ ഒരു ഫ്ലട്ടറിങ് പാറ്റേൺ ഉണ്ടാവും. ഓക്കെ, ഈ സ്ട്രീമർ അല്ലെങ്കിൽ ഒരു സ്മോൾ വയർ അല്ലെങ്കിൽ ഒരു സ്മോൾ ത്രെഡ്, ഒരു സിൽക്കിന്റെ കോട്ടന്റെ ഒക്കെ ത്രെഡ് ഒരു ഇതുമായിട്ട് ഇത് നമ്മളെ ഫ്ലോ പാസ് ചെയ്യുന്ന പാസേജുമായിട്ട് അറ്റാച്ച് ചെയ്യും. സോ അറ്റാച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റിക്ക് അനുസരിച്ചാണ് ഇത് ഫ്ലട്ടർ ചെയ്യുക. ഈ ത്രെഡ് ഫ്ലട്ടർ ചെയ്യുന്നത് അത് ടർബുലന്റ് റീജിയൻ ആണ്, അല്ലെങ്കിൽ ഹൈ വെലോസിറ്റി റീജിയനിലാകുമ്പോൾ എന്താ ഒരു വയലന്റ് ആയിട്ട് ഒരു ഫ്ലട്ടറിങ് വരും. മറിച്ച് ലാമിനാർ ഒക്കെ റീജിയനിലാണെങ്കിൽ അതിന്റെ ഫ്രീ എൻഡ് ഫ്ലട്ടർ ചെയ്യുന്നതിന്റെ സ്റ്റഡി ആയിട്ടുള്ള ലാമിനാർ റീജിയനിലൊക്കെ ആണെങ്കിൽ ഒരു നോർമൽ പാറ്റേണിലായിരിക്കും. സോ ഈ പാറ്റേൺ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഫ്ലൂയിഡ് ഫ്ലോന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺഫിഗറേഷൻ അനലൈസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സിൽ വരുന്ന ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് സ്മോക്ക് വെച്ചിട്ട് ഡെൻസിറ്റി വേരിയേഷൻ നോക്കിയിട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ പാറ്റേൺസ് വിഷ്വലൈസ് ചെയ്ത് അതിന്റെ ഫ്ലോ പാറ്റേൺ സ്റ്റഡി നടത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലിക്വിഡ് ഫിലിം റീജിയൻ വെച്ചിട്ട് ഇവാപറേഷൻ റേറ്റ് വെച്ചിട്ട്, അതൊക്കെ ഒരു ഇൻട്രൊഡക്ഷനിലെ ടോപ്പിക്സ് ആണ്. ലിക്വിഡ് ഫിലിം ഒരു ഇവാപറേഷൻ റേറ്റ് വെച്ച് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് യൂസ് ചെയ്തിട്ട്, ഇതൊക്കെയാണ് എന്താണ് ഒരു ബേസിക് ഐഡിയ ഫോർ ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ ഉപയോഗിക്കുന്നത്, അതായത് ഫർദർ ആയിട്ട് ഷാഡോഗ്രാഫ്, സ്ലിയർനെസ് പാറ്റേൺസ്, ഇന്റർഫെറോമീറ്റർ, ഇതൊക്കെ ആയിട്ട് ഫർദർ സ്റ്റഡീസ് ആണ്. ഓക്കെ, പറഞ്ഞ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. ഫുൾ ആയിട്ട് ക്ലിയർ ആവില്ല, ഒരു ആണെന്നില്ല, എന്നാലും ഒരു ഓൾമോസ്റ്റ് ജനറൽ ഐഡിയ കിട്ടിയില്ല. ഓക്കെ, ഓക്കെ. ഇനി ഈ ഒപ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ഞാൻ പറഞ്ഞു ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് നോക്കാൻ. ഒപ്റ്റിക്കൽ മെത്തേഡ്, ഈ ഒപ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഐഡിയ എന്ന് പറയുന്നത് ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത് ഒരു ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്കാണ്. അതായത് ഫ്ലോ ചെയ്യുന്ന കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ ഡെൻസിറ്റി വേരിയേഷൻ എങ്ങനെയൊക്കെ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള അനാലിസിസ് നടത്തുക. ഓക്കെ, ആ ഡെൻസിറ്റി വേരിയേഷൻ പാറ്റേൺ അനലൈസ് ചെയ്യുന്നത് ഡെൻസിറ്റി ചേഞ്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടൈം വെച്ചിട്ടുള്ള ഒരു ഡെൻസിറ്റി ചേഞ്ച്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, ഡോ റോ ബൈ സപ്പോസ് ഡെൻസിറ്റി ചേഞ്ച് അല്ലെങ്കിൽ ഡോ റോ ബൈ ഡോ ടി, ഡോ സ്ക്വയർ റോ ബൈ ഡോ ടി സ്ക്വയർ, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചാൽ ഫർദർ ആയിട്ട് നമുക്ക് ആ ഫ്ലോ പാറ്റേൺ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്തമാറ്റിക്കലി. സോ ഇനീഷ്യലി ഇങ്ങനെയുള്ള ഫ്ലോ ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സ് ആണ് എന്ത്, അത് അനലൈസ് ചെയ്യേണ്ട ടെക്നിക്സ് ആണ് ഒപ്റ്റിക്കൽ മെത്തേഡ്സുമായിട്ട് കണക്ട് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സ് ആണ്.
അതുവഴി അത് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഓക്കെ, ഫർദർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോറി ഫോർ ദി ഡിലേ. നമ്മൾ പറഞ്ഞു ഒപ്റ്റിക്കൽ മെത്തേഡ്സ് വരുന്നത് 3 ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്ന് ഷാഡോഗ്രാഫ്, ഒന്ന് ഷ്ലീർൻ അപ്പാരറ്റസ്, ദെൻ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ബേസ് ചെയ്യുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ചിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫിനോമിന ആണ്. ഈ 3 ഇൻസ്ട്രുമെന്റ്സിന്റെ ബേസ് ക്യാരക്ടറിസ്റ്റിക് ഫിനോമിന എന്ന് പറയുന്നത് a variation in density of the gas produce corresponding change in the refractive index of the gas. ഓക്കെ, നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ ഡെൻസിറ്റി വേരിയേഷൻ നടത്തിയിട്ട് അതിൽ വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ചേഞ്ച് നോക്കിയിട്ട് ഫർദർ ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ ഫ്ലോ കോൺഫിഗറേഷൻ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ മൂന്നിന്റെയും ബേസിക് മെത്തേഡ്, ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫിനോമിന എന്ന് പറയുന്നത്. പക്ഷെ ഓരോന്നും യൂസ് ചെയ്യുന്നതിന് ഡിഫറെന്റ് പർപ്പസസ് ഉണ്ട്. ഓക്കെ, ഓരോ ടൈപ്പ് ഓഫ് ഷാഡോഗ്രാഫി യൂസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കില്ല ഒരു ഷ്ലീർൻ അപ്പാരറ്റസ് യൂസ് ചെയ്യാൻ, ഷ്ലീർൻ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നതായിരിക്കില്ല ഇന്റർഫെറോമീറ്റർ യൂസ് ചെയ്യാം. ഇത് ഓരോന്നിനും ഓരോ മെത്തേഡാണ്. ബട്ട് ബേസ് ഐഡിയ എന്ന് പറയുന്നത്, ഇത് മൂന്നിന്റെയും ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്ലോയിൽ അനാലിസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഡെൻസിറ്റി വേരിയേഷൻ നടക്കുന്നതനുസരിച്ച് അതിന്റെ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ മെത്തേഡ്സ് ഇത് അനലൈസ് ചെയ്തിട്ട് ഒപ്റ്റിക്കലി ഒരു റിലേഷൻ ജനറേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഫർദർ നോക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്. നമ്മളെ ഫ്ലോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഫ്ലോയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒരു പ്രോബ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ അനാലിസിസ് നടത്തുന്നതെങ്കിൽ, ഡയറക്ട്ലി ഒരു പ്രോബ് ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഒരു അനാലിസിസ് നടത്തുന്നതെങ്കിൽ എന്താ, ആ ഫ്ലൂയിഡ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയത്തിനെ അത് എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ പാറ്റേൺ അത് എഫക്ട് ചെയ്യും. ഒരു പ്രോബാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻബിറ്റ് അതൊരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് എഫക്ട് ചെയ്യും. ഇൻബിറ്റ് ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പോൾ ഒരു പ്രോബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് അതിന്റെ ടെക്നിക്കൽ ഫ്ലോ പാറ്റേൺ ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കോൺഫിഗറേഷനെ അല്ലെങ്കിൽ അതിന്റെ ഒരു നോർമൽ പാസേജിനെ അത് എന്ത് ചെയ്യും, നോർമൽ ഫ്ലോ ഫീൽഡിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ഒപ്റ്റിക്കൽ മെത്തേഡ്സിലേക്ക് പോകുന്നത്. ഓക്കെ, ഓക്കെ, ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഓരോന്നും യൂസ് ചെയ്യുന്നതിന് ഷാഡോഗ്രാഫ് ആയാലും ക്ലിയർ ആയാലും ഇന്റർഫെറോമീറ്റർ ആയാലും ഇത് ഓരോന്നും യൂസ് ചെയ്യുന്നതിനും ഓരോ ബേസിക് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഓരോ പർപ്പസിന് വേണ്ടിയാണ് പറഞ്ഞത്. സപ്പോസ് ഒരു ഷാഡോഗ്രാഫി യൂസ് ചെയ്യുന്നത് വേരിയേഷൻ ഇൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇന്റർഫെറോമീറ്റർ യൂസ് ചെയ്യുന്നത് വേരിയേഷൻ ഇൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിരിക്കാം. ദെൻ വേരിയേഷൻ മൂന്നിനുമായിട്ട് 3 ടൈപ്പ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്നില് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി, ദെൻ വേരിയേഷൻ ഇൻ ഡെൻസിറ്റി ഗ്രേഡിയന്റ്, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡെൻസിറ്റി. ദാറ്റ് മീൻസ് ഒന്നിൽ ഡയറക്ട്ലി ഡെൻസിറ്റി ചേഞ്ച് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഡയറക്ട്ലി ഡെൻസിറ്റി ചേഞ്ച് കണ്ടുപിടിക്കാൻ വെറും ഡെൻസിറ്റി എങ്ങനെ വേരിയബിൾ ആകുന്നു എന്നുള്ളത്. ഓക്കെ, ഒരു ടെക്നിക്കൽ പാസേജിന്റെ ലെങ്ത് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്നതനുസരിച്ച് ഡെൻസിറ്റി എങ്ങനെ വേരിയബിൾ ആകുന്നു എന്ന് മാത്രമേ ചില സമയം ഒരു എക്യുപ്മെന്റ് കണ്ടുപിടിക്കുന്നു. അല്ല, വേറൊരു എക്യുപ്മെന്റ് വെച്ച് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡെൻസിറ്റി ആണ്, അതായത് ഡോ റോ ബൈ ഡോ ടി. അത് എങ്ങനെ വേരിയബിൾ ആകുന്നു ബൈ വൈൽ ഫ്ലൂയിഡ് ഫ്ലോ മീഡിയം passing through a certain passage
how the dou rho by dou t term, the first derivative of density is varying with respect to distance. അത് സെക്കൻഡ് ഇൻസ്ട്രുമെന്റ് നോക്കിയാൽ ചിലപ്പോൾ അത് ഷാഡോ ഗ്രാഫ് ആയിരിക്കാം, അത് ഫർദർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജസിൽ ഡെൻസിറ്റി വേരിയേഷൻ മാത്രമേ നോക്കുന്നെങ്കിൽ സെക്കൻഡ് വൺ ഈസ് യൂസ്ഡ് ഫോർ എ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ആൻഡ് തേർഡ് വൺ ഈസ് യൂസ്ഡ് ഫോർ എ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ഡോ ബൈ ഡോ ടി സ്ക്വയർ. ഈ മൂന്ന് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ആണ് എന്ത് ചെയ്യണേ, മൂന്ന് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആണ് മൂന്ന് എക്യുപ്മെന്റ് വെക്കുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ ബേസ് അക്കോർഡിംഗ് ടു നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്നനുസരിച്ചാണ് നമ്മൾ എക്യുപ്മെന്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ മൂന്നും ഡിഫറെന്റ് കോസ്റ്റിലാണ്. ചില അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വേണ്ടിയെടുത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യും. ആ ഒരു തരത്തിലാണ് നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ട് ഒന്നാണെങ്കിൽ പോലും ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ചെയ്യും. ചില സൈസ് നമുക്ക് ജസ്റ്റ് ഡെൻസിറ്റി വേരിയേഷൻ കിട്ടിയാൽ മതിയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യും. ചില സ്ഥലത്തല്ല, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ടൈം വേരിയേഷൻ ഡോ റോ ബൈ ഡോട്ടിന്റെ ടേം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് തന്നെ കിട്ടി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിലുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ മൂന്ന് എക്യുപ്മെന്റ്സ് തമ്മിൽ വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, ഷാഡോ ഗ്രാഫ്. So shadow graphs will give an indication of change in density. Okay, shadow graph will give a change in density. Then Schlieren system will give a first derivative of density gradient. Then interferometer will give dou square rho by dou t square. ആ തരത്തിലാണ് ഇത് വരുന്നത്. ഫർദർ ആയിട്ട് ഓരോന്നിനെയും അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ആണ് ബേസിക് ഐഡിയ ഓഫ് ഷാഡോ ഗ്രാഫ്, Schlieren apparatus, then interferometer. ഓക്കെ, ഇനി ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ഓക്കെ, ഗാഡ്സ്റ്റോൺ ഡെയിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഡെൻസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് ഡെൻസിറ്റി വേരി ചെയ്യും. ദെൻ അതിനാണ് ഡെൻസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് എന്താ ഇപ്പൊ ലൈറ്റ് റേ പാസ് ചെയ്യും, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യും. ദെൻ അതിലൂടെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോൾ എന്താ സംഭവിക്കണേ, നോർമലി ഇപ്പോൾ ഒരു മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുമ്പോൾ എന്താ അത് റിഫ്ലക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടാണ് അതിന്റെ പാസേജ് വരിക അല്ലെ. നമ്മൾ ബേസിക് ഫിസിക്സ് ആണ്, നമ്മുടെ ബേസിക് ഫിസിക്സ് ആണ്. ഒരു മീഡിയത്തിൽ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു വാട്ടറിലൂടെ പാസ് ചെയ്യുന്നത്, ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ പാർട്ടിക്കിൾ, അത് ഒരു പാർട്ടിക്കിൾ ഇൻജെക്ട് തട്ടി ഒബ്സ്ട്രക്ട് ചെയ്ത് എന്താവും അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്താണ് പോകുക, അല്ലെങ്കിൽ അതിന്റെ പാത്ത് അല്പം ഡിഫ്ലക്ട് ചെയ്തിട്ടാണ് പോകുക. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നതിന്റെ, അത് ബേസിക് ആയിട്ട് നമ്മൾ ഫിസിക്സ് ആണ്, നമ്മുടെ ബേസിക് ഫിസിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. സോ ആ ഫ്ലോ പാറ്റേൺ മാറുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് റേ നോർമലി പാസ് ചെയ്യുന്നത് ഒരു ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേ കാണുമ്പോൾ അതിന്റെ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് മനസ്സിലാവും. ഈ ബേസിക്കലി നടക്കുന്നതാണ് ആ ഒരു പാത്ത് ഡിഫറൻസ് മനസ്സിലാവും. ആ പാത്ത് ഡിഫറൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ ആയിട്ടുള്ള ഫ്ലോ പാറ്റേൺ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ ബേസ്ഡ് ഓൺ ആ പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫർദർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒരു ഫർദർ പാറ്റേൺ, ഒരു ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടാവും. ആ മെത്തേഡിൽ ഡീവിയേഷൻ വരുമ്പോൾ ഉണ്ടാവും, നമുക്ക് അതിനെ അനലൈസ് ചെയ്തിട്ട് ആ ഇൻ ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്യുന്ന കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ മീഡിയം അല്ലെങ്കിൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എങ്ങനെയുള്ള ഫ്ലോ ഫീൽഡ് ആണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, this is a basic relation. N is equal to 1 plus k rho എന്ന് പറയുന്നത്. N is equal to 1 plus k rho. Okay, k is a constant for a particular gas. So for basic example നോക്കുകയാണെങ്കിൽ, okay, one second. So let us consider just basic experimental setup. Okay, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതിനകത്തേക്ക് ഒരു ഡിഫ്ലക്ഷൻ റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ വാട്ട് വി ആർ expecting from an optical method. Okay,
So based on this, for general idea, so let us consider a light ray is passing through a compressible fluid flow system, right? ഒരു flow field exists in this direction. Okay, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫീൽഡ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നു. ഇതിനകത്തേക്ക് എന്താ നമ്മളെ ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് നോർമലി ഉള്ള കണ്ടീഷനിലാണെങ്കിൽ light ray will mean while it is traveling in a normal fluid flow medium, the light ray will pass directly in a straight line and directly in the opposite of this instrument we are providing a screen, and its reflections are getting at a point s1. Okay, suppose ഈ മീഡിയത്തിന്റെ ഡെൻസിറ്റി നമ്മൾ വേരിയബിൾ ആകും. ഓക്കെ, മീഡിയത്തിന്റെ ഡെൻസിറ്റി വേരിയബിൾ ആകും, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയബിൾ ആകും. Then after that, while the light ray is passing, it will be getting deflected, right? The light ray will get deflected through a certain distance or certain angle, and it will be strike on screen at a different point at S2. Okay, from this is the basic idea. From this we can measure three dimensions. Okay, first one is dz. What is the distance between S1 and S2? dz can be quantitatively measured from this experimental technique, and d theta can be measured. Okay, dz can be measured, and deflection angle d theta can be measured, and the time taken for, we have a particular time for traveling from this point or starting point to reach S1, right? So it will not be same for while it is reaching into S2. So there will be a time difference between when it is reaching strikes at a point S1 or when it reaches at a point S2. Okay, so we can calculate dz, d theta, and time difference dt. So based on these variables, we are introducing three different techniques, that is shadowgraph, interferometer, then shadowgraph, interferometer, then Schlieren apparatus. So depending upon the arrangement of basic components, it is possible to measure d theta by Schlieren methods. Okay, d theta by Schlieren methods, dz by shadowgraph, and dt by interferometer. ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷനിലെ ഐഡിയ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ടൈം ഉണ്ട്, ഈ ലാസ്റ്റ് മൊഡ്യൂൾ, അതുകൊണ്ട് സമയമുണ്ട്, നമുക്ക് പതുക്കെ എടുത്തെടുത്ത് പോകാം. ഓക്കെ, ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ പോവാം. ജസ്റ്റ് ഒന്ന് അഡ്രസ് പറഞ്ഞത് നമുക്ക് സമയമുണ്ട് ബാക്കി. അഭിരാം, 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 അഭിൻ, Present, sir. ആദർശ്, Present, sir. അക്ഷയ്, Present, sir. ആൽബിൻ, Present, sir. അമൽ കെ പി, Present, sir. സന്തോഷ്, ഇത് കാണിക്കണ്ടല്ലോ. അമൽ കെ സന്തോഷ് ഇല്ലേ? Sir, present, sir. അമൽ എം, Present, sir. അനന്തു, Present, sir. അനുരാഗ്, Present, sir. ആശ്രയ്, Present, sir. അശ്വിൻ, Present, sir. ഭഗത്, ഭഗത് വിജയൻ. ഞാൻ ഓണാക്കി വെച്ചിട്ട് പോകുന്ന മക്കളെ. ഭഗത് വിജയൻ. ഓക്കെ, ദിജിൻ,
അസ്യുദ്ദീൻ, Present, sir. ജിജോ, ജിതിൻ, കാർത്തികൻ. പ്രസന്റ് സാർ. കാർത്തികൻ ഇന്ന് എന്താ ക്ലാസ്സിൽ വരാഞ്ഞ? എപ്പോ? ഇന്നലെ 2 ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല നീ. ഇന്നലെ എക്സാം ഉണ്ട്.